എന്താണ് മോഹൻലാൽ ലഭിച്ച ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം, അല്ലെങ്കിൽ ആരാണ് ദുതിരാജ് ഗോവിന്ദ് ഫാൽക്കെ? 1870 ജനിച്ച ഇദ്ദേഹമാണ് ഭാരത ചലച്ചിത്രത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത്. 1913 ഇദ്ദേഹം പുറത്തിറക്കിയ രാജാ ഹരിശ്ചന്ദ്ര എന്ന സിനിമയാണ് ഭാരതത്തിൻ്റെ തന്നെ ആദ്യ മുഴുനീള ചലച്ചിത്രമായി കണക്കാക്കപ്പെടുന്നത്. പിന്നീടുള്ള 19 വർഷത്തെ കാലയളവിൽ ഇദ്ദേഹം 95 സിനിമകളും 26 ചെറുചിത്രങ്ങളും ഇറക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഭാരതത്തിൽ തന്നെ വെച്ച് കൊടുക്കുന്ന പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് ശ്രീ മോഹൻലാലിനെ തേടിയെത്തിയിരിക്കുന്നത്. 1969 ദേവിക റാണിക്കാണ് ആദ്യമായി ഈ പുരസ്കാരം കൊടുക്കുന്നത്. പിന്നീട് 2004 നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമായ അടൂർ ഗോപാലകൃഷ്ണൻ തേടിയും ഈ അവാർഡ് വന്നിരുന്നു. ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മോഹൻലാൽ കരസ്ഥമാക്കുന്നത് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ്. ഏറെ അഭിമാനത്തോടെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതമൊട്ടുക്കെ സിനിമയ്ക്ക് വേണ്ടി സമർപ്പിച്ചും അദ്ദേഹം കൊടുത്ത സംഭാവനകൾക്കും വേണ്ടിയിട്ടാണ് ഈ പരമോന്നതമായ അവാർഡ് അദ്ദേഹത്തിനെ നേടിയെടുക്കുന്നതെന്ന് ഓരോ മലയാളിക്കും നമുക്ക് ഏറെ അഭിമാനത്തോടെ പറയാൻ സാധിക്കും.